ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് 6-ൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത്താഴത്തിന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫുഡ് കഴിക്കണം. എൻ്റെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല കേട്ടോ, കുറച്ച് ലേറ്റ് കഴിഞ്ഞ് ഉറങ്ങുമ്പോൾ. സോ എണീക്കുന്നതും ലേറ്റായിട്ടാണ് കേട്ടോ. ഒരു 4:45 ആയപ്പോഴാണ് എണീറ്റത്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, വേഗം ഫുഡ് കഴിക്കാം. അപ്പോൾ ഞാൻ ചായയും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കിൽ അതാട്ടാ കഴിക്കൽ. അങ്ങനെ ഇതാ സ്നാക്സും അതുപോലെ തന്നെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ഇതാ വലിയ ബോട്ടിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തണുത്ത വെള്ളം കൂടെ കുടിക്കാം. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് എന്നിട്ട് എന്താക്കി നിസ്കരിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടാണ്. അങ്ങനെ ഇതാ വീണ്ടും മോർണിംഗ് എണീച്ചിട്ടുണ്ട്. മോർണിംഗ് ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉറക്കമൊന്നും ശരിയായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് എണീച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, വേഗം ഫ്രഷ് ആവണം, കോളേജിൽ പോകാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്യലും കുളിയൊക്കെ കഴിഞ്ഞു. യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിനി എന്ത് ചെയ്യാം, സ്കാർഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്കാർഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളെ ഗ്രൂമിങ് മസ്റ്റാണല്ലോ, സോ അങ്ങനെ സ്കാർഫൊക്കെ ചെയ്ത് കൊടുക്കാണ്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ സ്കാർഫൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ വാച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ ബുക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇതിലുള്ള ബുക്ക് ഏവിയേഷൻ്റെയും പിന്നെ ഡിഗ്രീൻ്റെതാണ്. ഡിഗ്രി ഫൈനൽ ഇയറിൻ്റെ ആട്ടോ. ഫൈനൽ ഇയറിൽ നമുക്ക് 4 സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നോട്ട്സും പിന്നെ ഏവിയേഷൻ്റെ 2 സബ്ജക്റ്റിൻ്റെ നോട്ടുമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതാ ബാഗൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം പോവാം. അപ്പോൾ ബസ് വരാൻ ടൈം ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നടന്നിട്ട് അങ്ങനെ പോവാണ് ഗൈസ്. അങ്ങനെ ഇതാ നമ്മളെ ബസ് സ്റ്റോപ്പിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബസ് വെയിറ്റ് ആക്കാം. അങ്ങനെ ബസ് വെയിറ്റ് ആക്കാണ്. അപ്പോൾ അതേ ഈ പോയ ബസ്സാട്ടോ ഇനി വരാനുള്ളത്. അത് റിട്ടേൺ ചെയ്തിട്ട് വരാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതാ ആ ബസ് വന്നിട്ടുണ്ട്, അതിൽ കയറി. എനിക്ക് കുറച്ച് ടൈം ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കുക കേട്ടോ. പിന്നെ എന്താ പറയുക, ഉറക്കം ലെവലാവാത്തത് കൊണ്ട് തന്നെ നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ നമ്മുടെ കോളേജ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നും ലേറ്റായിട്ടാണ് കോളേജിലെത്തിയത്. അപ്പോൾ വേഗം പോവാണ്. പിന്നെ എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈവനിങ് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. വേഗം തന്നെ വീട്ടിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടയേർഡായിരുന്നു. പിന്നെ കോളേജിൽ നിന്ന് ബ്രേക്കിനൊക്കെ കുറച്ച് ടൈം ഒന്ന് ഉറങ്ങിയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ സ്റ്റേറ്റ് ബസ്സിലാട്ടോ പോകുന്നത്. വിൻഡോ സീറ്റ് ആകുമ്പോൾ നല്ല അടിപൊളി ഫീലാട്ടോ. പാട്ടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ നമ്മളെ നാട്ടിലേക്കുള്ള ബസ് വെയിറ്റ് ആക്കാം കേട്ടോ. ഇനി അതാണ് ടാസ്ക്. പിന്നെ നമ്മൾ എന്താ പറയുക, ഇപ്പം ആരെ നേരത്തെ എത്തുന്നുണ്ട് കേട്ടോ. ക്ലാസ് കഴിഞ്ഞപാട് പോകുന്നത് കൊണ്ട് വീട്ടിൽ നേരത്തെ എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈമും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള റോഡ് കയറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പാടിൻ്റെ ഞാൻ നേരെ പോയത് കിച്ചണിലോട്ടേക്കാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഉമ്മ അവിടെ നിന്ന് ബോണ്ട ആട്ടോ ഉണ്ടാക്കുന്നത്. ബോണ്ടയും അതുപോലെ തന്നെ ഉന്നക്കായാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബോണ്ട ഇത് പൊരിച്ചെടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഉന്നക്കായും ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് കൊണ്ട് ഞാൻ പോയിട്ടൊന്ന് ഫ്രഷായി നിസ്കരിച്ചിട്ടോ. അപ്പോൾ ഇതാ അയൽവാസി കൊണ്ടുവരുന്ന സ്നാക്സാണ്. പിന്നെ അതിലുള്ളതും സ്നാക്സാണ്. ഉമ്മാത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാ നമുക്ക് നോമ്പ് തുറക്കാനുള്ള ടൈം ആവാനായിട്ടുണ്ട്. ജ്യൂസൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ വേഗം ലൈമ് സെറ്റാക്കിയിട്ടോ. എനിക്ക് ലൈമ് മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ലൈം ആക്കിയിട്ടുണ്ട്. പിന്നെ വാട്ടർമെലൺ ജ്യൂസാട്ടോ അടിച്ചിട്ടുണ്ടായത്. അങ്ങനെ അതും കൂടി ഒന്ന് റെഡിയാക്കി വരുമ്പോഴേക്ക് വാങ്ങി കൊടുത്ത് ഗൈസ്. നമ്മൾ കിച്ചണിലായിരുന്നു ഉണ്ടായത്. പിന്നെ വേഗം നമ്മൾ എന്താക്കി എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ ഇതാ ഈത്തപ്പഴം കഴിച്ചിട്ട് നോമ്പ് തുറക്കാണ്. അൽഹംദുലില്ലാ. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കുറച്ച് ടൈം ഒന്ന് റെസ്റ്റ് എടുത്ത് നിസ്കരിച്ചു. അങ്ങനെ ഇതാ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്ന ടൈമിൽ എനിക്ക് കുറച്ച് കണ്ടൻസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടാട്ടോ കണ്ടൻസും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. ഞാൻ ഈ ഒരു സ്റ്റിക്കി നോട്ട്സിലാട്ടോ എന്താ പറയുക, കണ്ടൻസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതൊക്കെ എഴുതി. പിന്നെ കുറച്ച് ടൈം ഗെയിമൊക്കെ കളിച്ചതാ. അനിയത്തി ഇവിടെ നിന്ന് ഗെയിം കളിക്കുകയായിരുന്നു. അപ്പോൾ അവളെ കൂടെ പോയിട്ടിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ബോറടിക്കുന്നുണ്ട്. അത് മാത്രമല്ല എന്താ പറയുക, നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇരുത്താണ്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഫുഡ് കഴിച്ച് പകുതി ആയപ്പോഴാണ് കഴിച്ച് എനിക്ക് വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്നത്. ദോശയും പരിപ്പ് കറിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു ഉണ്ടായത് കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് അൽഹംദുലില്ലാ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരുടെയും നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.